ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ കേരളം എടുത്ത നിലപാട് വളരെ ഗൗരവമായ ഒന്നാണ്. നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് വേണ്ടി ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞതും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നോമിനി കൂടിയായിട്ടുള്ള സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർ അദ്ദേഹം സമർപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റിലും സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 എന്ന് പറയുകയുണ്ട്. നമ്മൾ ചർച്ച ചെയ്ത ഭാഗമാണ്. 14-ാം വകുപ്പ് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും, അവരനുസരിച്ചായിരിക്കും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറയുകയുണ്ടായി. അത് വലിയ വിവാദമായ ഘട്ടത്തിൽ അന്ന് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങളോട് മന്ത്രി പറഞ്ഞ ഭാഗം ഇതാണ്: റെപ്രസെന്റേഷനെ കുറിച്ച് ഞങ്ങൾ അവിടെ AGO ഞങ്ങളോ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അമുസ്ലിം റെപ്രസെന്റേഷനെ കുറിച്ച് ഞങ്ങളോ AGO അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ നിങ്ങളോട് ചോദിച്ചപ്പോൾ വകുപ്പ് മന്ത്രി ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞത്. ഇന്ന് സുപ്രീം കോടതി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, കാരണം നിയമമായി കഴിഞ്ഞിട്ട് കോടതി പറയട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഞങ്ങൾ കോടതിയിലിരിക്കുന്ന വിഷയമാണ്, എല്ലാ വശവും ആലോചിച്ചിട്ടാണ് പ്രതികരിക്കുകയുള്ളൂ, ഇപ്പോൾ മറ്റു കാര്യങ്ങളിൽ പറയുന്നില്ല എന്നാണ്. എന്നാൽ ഇന്ന് സുപ്രീം കോടതിയിൽ അതിൻ്റെ വെബ്കാസ്റ്റിംഗ് നോക്കുമ്പോൾ കേരളത്തിന് വേണ്ടി പറയുന്ന വക്കീൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നോൺ മുസ്ലിംസിൽ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. It's only, my lord, the two non-Muslims. In the other matters, my lord, the ratio of Shias will have to be determined. And then, my lord, other various, my lord, segments have different segments have to be. I miss the undertaking given by the state before the High Court. We are not opposing, my lord. We are not saying that 14 should not be given effect. We wish to give effect. But only see the undertaking for a minute. Section 22 says no act gets invalidated by virtue of it. അപ്പോൾ ആദ്യ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഒരു കേസ് നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്തുന്നതാണ്, അതുമാത്രമല്ല മറ്റ് സെഗ്മെന്റ്സിനെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തുന്നതുണ്ട്. അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും അത് അണ്ടർടേക്കിംഗ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീനിയർ വക്കീൽ കേരളത്തിന് വേണ്ടി വാദിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആൾ കൂടിയായിട്ടുള്ളതാണ് തോന്നുന്നു. കൗൺസിൽ അവിടെയുള്ള കൗൺസിൽ മുസ്ലിം ലീഗിൻ്റെ ആളാണ് ശ്രീ മർസൂഖ്, അഡ്വക്കേറ്റ് മർസൂഖ് അദ്ദേഹമാണ് തോന്നുന്നു. ഈ ഇതിൽ കാണുമ്പോൾ ഞങ്ങൾ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് ഈ സീനിയറിനെ സഹായിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെ പൊസിഷൻ സുപ്രീം കോടതിയിൽ ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു. എന്നിട്ടും വകുപ്പ് മന്ത്രി പറയുകയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, നോൺ മുസ്ലിംസിന് ഉൾപ്പെടുത്തണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, കോടതി പറയട്ടെ, കോടതി പറയുമ്പോൾ ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത നിലപാട് ഇത്രയും വിവാദമായിട്ടും വലിയ വിമർശനം ഉയർന്നിട്ടും ആ നിലപാടിൽ നിന്ന് അണുകിട മാറുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ കൊടുത്ത അഫിഡാവിറ്റിൽ സെക്ഷൻ 14 അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് പുനഃസംഘടന എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, നോൺ മുസ്ലിംസിന് ഉൾപ്പെടുത്തുന്ന പ്രശ്നമുണ്ട്, മറ്റ് സെഗ്മെന്റ്സിന് ഉൾപ്പെടുത്തുന്ന പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല, അത് നടപ്പിലാക്കാമെന്ന് ഹൈക്കോടതി ഞങ്ങൾ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കൊടുത്ത നിലപാട്, നേരത്തെയുള്ള ഹർജിയിൽ കൊടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി കക്ഷിയായിട്ടുള്ള UDFന്റെ ഹൈക്കോടതിയിലെയും ഇന്ന് ഒന്നുകൂടി വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാടെന്നുള്ളത്. അതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാൽ എന്ന് പ്രസംഗിച്ചത് ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് വഖഫ് ബോർഡിൽ ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഈ ബില്ല് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നടത്തിയത്. അപ്പം അതിന് ഘടകവിരുദ്ധമായി BJP നിലപാടിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കൂടി സീനിയർ അഭിഭാഷകനെ വച്ച് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ഈ വാദം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം സുപ്രീം കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നത് ഈ വഖഫ് ഒരു ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന ബോർഡിനകത്ത് നോൺ മുസ്ലിം പാടില്ല എന്നുള്ളതാണ് കേരളം നേരത്തെ സ്വീകരിച്ച നിലപാട്. അതുപോലെ തന്നെ ഭരണഘടന 14, 25, 26 വിരുദ്ധമാണ്, അതുകൊണ്ട് നോൺ മുസ്ലിം പാടില്ല എന്ന നിലപാടാണ് കേരളം നേരത്തെ എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ വളരെ പ്രകടമായി പറഞ്ഞു നോൺ മുസ്ലിംസിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം, അവരെ ഞങ്ങൾ എതിർക്കുന്നില്ല,
അതിനനുസരിച്ചുള്ള അണ്ടർടേക്കിംഗ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു എന്ന് കേരളം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു BJP നിലപാട്, ഗവൺമെന്റിന്റെ നിലപാട് പോലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെ നിലപാട് മാറ്റും? കാരണം അവരുടെ അഫിഡാവിറ്റ് ആണ്, അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈക്കോടതി വിധിയുടെ ആധാരം. ഹൈക്കോടതി തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഇവരുടെ ഒപ്പമാണല്ലോ. ചരിത്രത്തിൽ അപൂർവമായിട്ടാണല്ലോ വാദിയും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഓർഡർ വന്നത്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഞാൻ പങ്കുവച്ച ആ പ്രശ്നം സുപ്രീം കോടതി ഇന്ന് ജഡ്ജിമാർ ചോദിക്കുന്നുണ്ട്. 22-ാം വകുപ്പ് അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും നയപരമായ തീരുമാനങ്ങൾ നിൽക്കില്ലേ? ആ ഭാഗമാണ് ഇന്ന് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത്. ഇവിടെ നാം കാണേണ്ടത്, ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതോറിറ്റി ഗവൺമെന്റാണ്. വഖഫ് ബോർഡിന്റെ അഭിപ്രായങ്ങളെല്ലാം പറയാം, വേണമെങ്കിൽ മറ്റു കേസിനകത്ത് പറയാമെങ്കിൽ പോലും ഇവിടെ അതിന്റെ അതോറിറ്റി ഗവൺമെന്റാണ്. ഗവൺമെന്റ് വളരെ പ്രകടമായി നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിന് വേണ്ടിയുള്ള സീനിയർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ഒന്നുകൂടി എടുത്ത് ഞങ്ങൾ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നതും ഈ വെബ് സ്ക്രീനിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അതോടുകൂടി വളരെ വ്യക്തമായി നോൺ മുസ്ലിംസിനെ ഇനിയിപ്പോൾ BJPയുടെ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കിട്ടേണ്ട താമസം ഉണ്ടാവുള്ളായിരിക്കും അത് വയ്ക്കാനായിട്ട്. ബാക്കിയെല്ലാം റെഡി ആയിട്ടിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. നമ്മുടെ വകുപ്പ് മന്ത്രി പറയേണ്ടത്, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ബോർഡാണോ ഞങ്ങളതിനെ അത് നിയമിച്ച ആളുകളല്ലേ? നാം കാണേണ്ടത് ഇത്തരം കാര്യങ്ങൾ എത്ര സങ്കുചിതമായിട്ടാണ് ലീഗും UDFും ചിന്തിക്കുന്നത്. അവരുടെ ആരെങ്കിലും അതിനകത്ത് വയ്ക്കണം. അവന് നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്തിയാലും കുഴപ്പമില്ല, മതവിശ്വാസവും മുസ്ലിം താല്പര്യം ബലി കൊടുത്താലും കുഴപ്പമില്ല, BJPയുടെ അതേപോലെയുള്ള നിലപാട് സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന മട്ടിൽ അവർ നിൽക്കുന്നത്. ഇപ്പോൾ 2006 ഇന്ന് VS ദിനമാണല്ലോ. 2006 VSന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്നു. അപ്പോൾ അവിടെ സെയ്ദ് ഉമ്മർ അലി ശിഹാബ് തങ്ങളായിരുന്നു ചെയർമാൻ. ആ ബോർഡ് 2003 രൂപീകരിച്ച ബോർഡാണ്. ഉടൻ തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇത് UDF വെച്ച ബോർഡല്ലേ എന്ന് വെച്ചിട്ട് നേരെ അവനെ പിരിച്ചുവിടാനോ എന്തെങ്കിലും ഒരു ശ്രമം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. 2008 വരെ ആ ബോർഡ് തുടർന്നു. വേണമെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ അമ്മത്തെ നിയമമാണ് അതുകൊണ്ട് എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങളെ കണ്ടെത്താലോ. ഇപ്പോൾ അതിനുശേഷം 2016 വീണ്ടും ഇടതുപക്ഷം വന്നല്ലോ. അന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളാണല്ലോ അന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്നത്. ആ ബോർഡിന്റെ കാലാവധി തീരുന്നത് വരെ 3 വർഷം കൂടി ആ ബോർഡ് തുടർന്നല്ലോ. ആ ബോർഡിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും അന്നത്തെ ഗവൺമെന്റ് കൊടുത്തു. നേരത്തെ VSന്റെ ഗവൺമെന്റും അന്നത്തെ ബോർഡിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും കൊടുത്തു. ഇവിടെ പുതിയ നിയമം വരുമ്പോൾ ഞങ്ങൾ 2 എണ്ണം ഒഴിച്ചിട്ടത് ആളെ കിട്ടാനിട്ടല്ലോ. ചിലർ പറയുന്നുണ്ട് അത് നിങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് ഏതോ പത്രം എഴുതിയിട്ടുണ്ട്, അന്നത്തെ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് നിയമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്താ സ്റ്റാൻഡ് എടുത്തത്? ഞങ്ങൾ ആ സ്റ്റാൻഡ് എടുക്കാൻ കാരണം നോൺ മുസ്ലിം പാടില്ല എന്ന നിലപാട് വളരെ ശക്തമായി സുപ്രീം കോടതിയിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഈ പ്രശ്നത്തിനകത്തുള്ള നിലപാട്. അങ്ങനെ ഒരു നിലപാട് സുപ്രീം കോടതി നിൽക്കുമ്പോൾ, സുപ്രീം കോടതി കേസ് കേൾക്കാനിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ 2 നോൺ മുസ്ലിമിനെ ആ ബോർഡിനകത്ത് വച്ചാൽ ഞങ്ങളുടെ വാദം ദുർബലമാകുമെന്നത് കൊണ്ടാണ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 2 എണ്ണം ഒഴിച്ചിട്ടത്. അല്ലാതെ 2 പേരെ കിട്ടുന്നതിൽ ആ മുസ്ലിമുകളായ 2 പേരെ ബോർഡിൽ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പം ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിൽ നിന്ന് ഘടകവിരുദ്ധമായി മുസ്ലിം താല്പര്യമോ മുസ്ലിം ന്യൂനപക്ഷ താല്പര്യമോ അല്ല ഇന്ന് ലീഗും UDFും സ്വീകരിക്കുന്നത്. ഇവരിപ്പോൾ ഒരു BJP സമീപനം എന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതുകൂടി തെളിയിക്കുന്നത്. നേരത്തെ ഏതെങ്കിലും തരത്തിൽ കാറിക്കേറ്റോ പ്രതികരണമൊക്കെ ആയിരുന്നല്ലോ പ്രശ്നം. ഇപ്പോൾ വാദിച്ചിട്ടല്ലേ ഓരോരുത്തരുടെ വീട്ടിൽ പിറന്നാൾ ആശംസിക്കാൻ വരെ മന്ത്രിമാർ ഓടിപ്പോവല്ലേ.